നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിപണിയിൽ റബ്ബറിന് ക്ഷീണം. ജപ്പാനീസ് ഓട്ടോമൊബൈൽ മേഖലയിൽ നിന്നുള്ള പ്രതികൂല വാർത്തകൾ ചൈന, സിംഗപ്പൂർ എക്സ്ചേഞ്ചുകളിൽ റബ്ബറിനെ അല്പം തളർത്തി. ജപ്പാനിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളുടെ 7 പതിറ്റാണ്ടിനിടയിലെ ചരിത്രത്തിൽ ആദ്യമായി വരുമാനത്തിൽ നഷ്ടസാധ്യതകളെക്കുറിച്ചുള്ള വിലയിരുത്തൽ പുറത്തുവന്നത് റബ്ബറിനെയും ടയറിനെയും ഒരുപോലെ ബാധിക്കാം. ഇതിനിടയിൽ ജപ്പാനീസ് യെന്നിൻ്റെ മൂല്യം 20 മാസത്തിലെ താഴ്ന്ന നിലവാരമായ 159.69 ദുർബലമായിട്ടും ഒസാക്കയിൽ നിക്ഷേപകർ റബ്ബറിനോട് താൽപ്പര്യം കാണിച്ചില്ല. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ വിദേശ ഓപ്പറേറ്റർമാർ കനത്ത വാങ്ങലിന് താൽപ്പര്യം കാണിക്കാറുണ്ട്. ജപ്പാനിൽ റബ്ബർ കിലോ 379 യെന്നിൽ നിന്നും 373 താഴ്ന്നു. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ കിലോ 216 രൂപയിൽ സ്റ്റഡിയാണ്. തമിഴ്നാട്ടിലെ വൻകിട കൊപ്രയാട്ട് വ്യവസായികൾ വില ഉയർത്തി ചരക്ക് സംഭരണത്തിന് ഇറങ്ങിയത് വ്യാപാര രംഗം വീണ്ടും സജീവമാക്കി. കാങ്കയത്ത് കൊപ്ര വില കിൻഡലിന് 150 രൂപ വർദ്ധിച്ച് 14,200 രൂപയായി. അയൽ സംസ്ഥാനത്ത് നിന്നുള്ള അനുകൂല വാർത്തകൾ കേരളത്തിൽ കൊപ്രയ്ക്കും പച്ചത്തേങ്ങയ്ക്കും ഡിമാൻഡ് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഒരു വിഭാഗം. കൊച്ചി നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയാണ്. ഇടുക്കിയിൽ രാവിലെ നടന്ന ഏലക്ക ലേലത്തിന് എത്തിയ 60,044 കിലോഗ്രാം ചരക്കിൽ 57,749 കിലോയും വിറ്റഴിഞ്ഞു. വാങ്ങൽ താൽപ്പര്യം ശക്തമായി തുടരുന്നത് മെച്ചപ്പെട്ട വിലയ്ക്ക് അവസരമൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപ്പാദന മേഖല. ശരാശരി ഇനം ഏലക്ക കിലോ 2,263 രൂപയിലും മികച്ച ഇനങ്ങൾ 2,833 രൂപയിലും കൈമാറി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.